അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ റസൂലിക സയ്യിദിനാ മുഹമ്മദ്. 10 മിനിറ്റ് സമയമാണ് അനുവദിച്ചത്. പാടിയും പറഞ്ഞും സന്തോഷിച്ചും നീങ്ങുമ്പോൾ വളരെ കാലിക പ്രസക്തമായ ഒരു വിഷയത്തെ അധികരിച്ച് ഒരു ഹ്രസ്വമായ ചർച്ചയാണ് ഇവിടെ നടക്കുന്നത്. മുസ്ലിമും ഇതര മത ആഘോഷങ്ങളും. ഒരു മുസ്ലിം എന്ന നിലക്ക് അവൻ്റെ സ്വത്വബോധം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്നുള്ളത്. നമ്മൾ ധരിക്കുന്ന ഡ്രസ്സ്, ധരിക്കുന്ന തൊപ്പി, തലപ്പാവ്, ഇതിൽ നമുക്ക് ആത്മാഭിമാനം ഉണ്ടെങ്കിൽ മാത്രമേ അതിനെ നമുക്ക് ആസ്വദിക്കാൻ കഴിയുള്ളൂ. ഒരു പുരുഷനെ സംബന്ധിച്ചോ ഒരു സ്ത്രീയെ സംബന്ധിച്ചോ അവളുടെ നഗ്നത പൂർണ്ണമായി മറക്കുന്നത്, അതിലവൾ ആത്മാഭിമാനം കാണുന്നുണ്ടെങ്കിൽ അതവൾക്ക് ആസ്വാദ്യകരമാണ്, അല്ലെങ്കിൽ ഇതിനോട് വെറുപ്പാണ് ഉണ്ടാവുക. ഇന്ന് ഈ ഒരു ആത്മാഭിമാന ബോധം മുസ്ലിം ഉമ്മത്തിൽ നിന്ന് പൂർണ്ണമായി എടുക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഒരുപാട് കാരണങ്ങളുണ്ട്. നവ ലിബറലിസം, യുക്തിചിന്ത, ഇതൊക്കെ കൂടുതലായി നമ്മുടെ കമ്മ്യൂണിറ്റിയിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. വേൾഡ് തലത്തിൽ നോക്കുമ്പോൾ ഇസ്ലാമിലേക്ക് ആളുകൾ കടന്നു വരികയും ഇസ്ലാമിൻ്റെ സൗന്ദര്യം മനസ്സിലാക്കി ഇതിലേക്ക് കൂടുതലായി ഒഴുക്ക് നടക്കുന്നുണ്ടെങ്കിലും നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നിന്ന് വിശ്വാസം പോലും നഷ്ടപ്പെടുന്ന രീതിയിൽ പുറത്തോട്ട് ആളുകൾ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇതര മത ആഘോഷങ്ങളിൽ ഒരു മുസ്ലിം അതിനെ എങ്ങനെ സമീപിക്കണം, ഒരു മുസ്ലിമിൻ്റെ ഇടം എന്താണ് എന്നുള്ളതാണ്. ഏറ്റവും കൂടുതൽ ഈ വിഷയത്തിൽ മറ്റു മതങ്ങളോട് സാദൃശ്യപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കുന്നത് ഓണവുമായി ബന്ധപ്പെട്ട ആഘോഷങ്ങളിലാണ്. ഇതിൽ ഫിഖ്ഹിൻ്റെ കർമ്മശാസ്ത്രത്തിൻ്റെ നിയമവശങ്ങളെക്കുറിച്ചുള്ള ബോധമില്ലായ്മയും അതിൻ്റെ ഗൗരവവും ആളുകൾക്ക് അറിവില്ലാത്തത് കൊണ്ടാണ് എന്നാണ് മനസ്സിലാവുന്നത്. ഓണം എന്നുള്ളത് തീർത്തും ഒരു മതപരമായിട്ടുള്ള ആചാരത്തിൻ്റെ ഭാഗമായി നടക്കുന്ന ഒരു കാര്യമാണ്. ഫിഖ്ഹിൻ്റെ കർമ്മശാസ്ത്രം ഇത് സംബന്ധമായിട്ട് എന്ത് പറയുന്നു എന്നുള്ളതിൻ്റെ ഗൗരവം നാം മനസ്സിലാക്കേണ്ടതുണ്ട്. എന്തുകൊണ്ടാണ് ഇന്ന് മുസ്ലിം ഉമ്മത്ത് ഈ ഒരു ഐഡൻറ്റിറ്റിയിൽ നിന്നും പുറത്തു പോകുന്നത് എന്ന് ഇൻഷാ അല്ലാഹ് അഷ്റഫ് സഖാഫി അത് സംബന്ധമായിട്ട് നമ്മോട് സംസാരിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മുടെ ചർച്ചയുടെ ആമുഖം തുലീബ് സഖാഫി അവതരിപ്പിച്ചു. ഈ ഒരു വിഷയം പറയുമ്പോൾ നമുക്കതിൻ്റെ കൃത്യത മനസ്സിലാകണമെങ്കിൽ 1-2 അനുബന്ധമായ ചർച്ചകൾ ഇതിനോടനുബന്ധമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടി വരും. നമ്മെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിൽ അസർ നിസ്കാരത്തിന് ശേഷം പൊതുവെ നമുക്ക് സുന്നത്ത് നിസ്കാരം ഇല്ല. കാരണമില്ലാത്ത സുന്നത്ത് നിസ്കാരങ്ങൾ നമ്മൾ അസർ നിസ്കാരത്തിന് ശേഷം നിസ്കരിക്കാൻ പാടില്ല, ഹറാമാണ്, അല്ലെങ്കിൽ തഹരീമിൻ്റെ കറാഹത്ത. എന്തുകൊണ്ട് പാടില്ല? ആ ഒരു സമയം എന്ന് പറയുന്നത് സൂര്യാരാധകർ അവരുടെ മതത്തിൻ്റെ പ്രത്യേകമായ ആരാധനകൾക്ക് തിരഞ്ഞെടുക്കുന്ന സമയം. അവരുടെ ആരാധന നടത്തുന്നു എന്നതിൽ നമുക്കെന്താണ് പ്രശ്നം? നമുക്ക് പ്രശ്നം നമ്മൾ അള്ളാഹുവിന് വേണ്ടി എന്ന് നിയ്യത്ത് ചെയ്ത് തന്നെയാണ് നിസ്കരിക്കുന്നത്. എന്നാലും
അവരുടെ ഐക്യദാർഢ്യം അതിലുണ്ടോ ആ സമയവുമായി ബന്ധപ്പെട്ട് എന്ന ഒരു തെറ്റിദ്ധാരണ അവിടെ വരുന്നുണ്ട്. അതുകൊണ്ട് അസറിന് ശേഷം അതുപോലത്തെ സമയങ്ങൾ നിശ്ചയിച്ച സമയത്തിന് ശേഷം നമുക്ക് സുന്നത്ത് നിസ്കാരങ്ങൾ പാടില്ല. ഇനിയും നിങ്ങൾ നോക്ക്, നമ്മൾ നിസ്കരിക്കുമ്പോൾ ഒരു മറയിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കണം. അങ്ങനെ ഒരു തൂണോ ഒരു കല്ലോ എന്തെങ്കിലും ഒരു മറ മുന്നിൽ വെച്ച് നിസ്കരിക്കണം. ഇങ്ങനെ നിസ്കരിക്കണം എന്ന് പറഞ്ഞെടുത്ത് പണ്ഡിതർ പറഞ്ഞു, നേരെ ആ മറയിലേക്ക് തൂണിലേക്ക് തിരിഞ്ഞ് അങ്ങനെയല്ല, ഒന്നുകിൽ ഇടത്തോട്ട് അല്ലെങ്കിൽ വലത്തോട്ട് അല്പം തെറ്റിയിട്ട് നിൽക്കുക. അതെന്ത് അങ്ങനെ? അത് നേരെ നിൽക്കുമ്പോൾ ഒരാൾക്ക് ഇവൻ ആ തൂണ് നമിക്കുകയാണോ സാഷ്ടാംഗം ചെയ്യുകയാണോ സുജൂദ് ചെയ്യണോ എന്ന് തോന്നിപ്പോകണ്ട. അതെങ്ങനെ തോന്നാൻ? നമ്മൾ അള്ളാഹുവിന് വേണ്ടി എന്ന് ലില്ലാഹി തആല എന്ന് പറഞ്ഞിട്ടല്ലേ നിയ്യത്ത് വെച്ചത്, അപ്പോൾ അത് അള്ളാഹ്ക്കാന്ന് ഉറപ്പല്ലേ. എന്നാലും അങ്ങനത്തെ ഒരു തോന്നലിന് വക കൊടുക്കണ്ട. അതുകൊണ്ട് നമ്മൾ ഒന്ന് ഇടത്തോട്ട് അല്ലെങ്കിൽ വലത്തോട്ടൊന്ന് മാറി നിൽക്കണം. ഇനിയും ഒരുപാടുണ്ട്, ഞാൻ ഒന്നുകൂടി മാത്രം സൂചനയ്ക്ക് പറയാം. മുഹറം 10 നമ്മൾ നോമ്പ് നോൽക്കും. നബിതങ്ങൾ പറഞ്ഞു അടുത്ത വർഷം ജീവിച്ച മുഹറം 9 കൂടി നോൽക്കും. അതെന്തേ കാര്യം? അത് ജൂതന്മാർ 10 പ്രത്യേകമായിട്ട് ആഘോഷം നടത്തുന്ന സമയം. ആ സമയത്ത് നമ്മൾ അന്ന് തന്നെ ആകുമ്പോൾ നമ്മൾ അള്ളാഹ്ക്ക് വേണ്ടി നിയ്യത്ത് വെച്ചാണ് നോമ്പ്, പക്ഷേ അത് അവരുടെ ഒരു നോമ്പുമായി ബന്ധപ്പെട്ട ഒരു ഐക്യദാർഢ്യം അവിടെ വരുന്നുണ്ടോ എന്നൊരു തെറ്റിദ്ധാരണ വരും. ഇതിൽ നിന്ന് നമുക്കൊരു കാര്യം ബോധ്യപ്പെട്ടത്, മറ്റു മതസ്ഥരുടെ ആരാധനകൾ ആഘോഷങ്ങൾ അതിൽ ഐക്യദാർഢ്യത്തിൻ്റെയോ അതിൽ തെറ്റിദ്ധരിക്കപ്പെടുന്ന സാഹചര്യത്തിലോ ഒരു മുസ്ലിമിന് നിന്നുകൊടുത്തുകൂടാ എന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവും. ഈ ആശയം നമ്മുടെ അയിമത്ത് വ്യക്തമായി പറയുന്ന ഉദ്ധരണികൾ വേണമെങ്കിൽ നമുക്കിനി പറയാൻ കഴിയും. സാദൃശ്യപ്പെടുന്നത് പോലും ഇസ്ലാം വിലക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ ഇന്ന് കൂടുതൽ ആളുകളും സംസാരിക്കുന്നത് നമ്മളൊരു ബഹുസ്വര സമൂഹത്തിലാണല്ലോ ജീവിക്കുന്നത്. ഒരു ബഹുസ്വര സമൂഹത്തിൽ ജീവിക്കുമ്പോൾ മതമൈത്രിയുടെ ഭാഗമായി ഓണത്തിൻ്റെ ആഘോഷത്തിൽ പങ്കെടുക്കണ്ടേ, ക്രിസ്മസ് വരുമ്പോൾ അതിൽ പങ്കെടുക്കണ്ടേ? അപ്പോഴല്ലേ മതമൈത്രി മതസാഹോദര്യം ഉണ്ടാവൂ എന്നാണ് പലരുടെയും സംശയങ്ങളും ചോദ്യങ്ങളും. ഈ ചോദ്യം പ്രസക്തമാണ്. സമൂഹത്തിൽ നമ്മൾ എപ്പോഴും അഡ്രസ്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ്. സമാനമായിട്ടുള്ളൊരു ചോദ്യം കൂടി ഉണ്ട്. അത് രണ്ടും കൂടി പറഞ്ഞാൽ നമുക്ക് ഈ ചർച്ച ഇപ്പോൾ അവസാനിപ്പിക്കാം. മതമൈത്രി എന്ന പദം ഏറെ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട ഒരു പദമാണ്. യഥാർത്ഥത്തിൽ മതമൈത്രി എന്ന പദമല്ല 100% ശരി, മാനവമൈത്രി എന്ന പ്രയോഗമാണ്. മനുഷ്യർ തമ്മിലാണ് സൗഹാർദ്ദം. മാനുഷികമായിട്ടുള്ള വിഷയങ്ങളിലൊക്കെ നമ്മളൊരു മതവും നോക്കാതെ കഴിഞ്ഞ് സഹായിക്കും. അവൻ്റെ രോഗചികിത്സയോ അവന് ഭക്ഷണമോ, ഒരു നാട്ടിൽ എത്രത്തോളം നമ്മുടെ പണ്ഡിതർ പറഞ്ഞത്, അമുസ്ലിമായ ഒരാളെങ്കിലും ഭക്ഷണം കഴിക്കാതെ വിഷമിക്കുന്നവനുണ്ടെങ്കിൽ അത് ഭക്ഷണം കൊടുക്കൽ മുസ്ലിമിൻ്റെ മേൽ നിർബന്ധ ബാധ്യതയാക്കിയിട്ടുള്ള മതമാണ് ഇസ്ലാം. അവരുടെ ഭക്ഷണം, പാർപ്പിടം, വസ്ത്രം പോലത്തെ കാര്യങ്ങളിൽ നാട്ടിൽ പ്രയാസപ്പെടുന്നെങ്കിൽ അത് മാനവികമായ മൈത്രിയുടെ ഭാഗമാണ്. അപ്പോൾ ഇത്തരം നമ്മൾ ഈ മാനവികമായിട്ടുള്ള മൂല്യങ്ങൾ, മൈത്രികൾ അത് നിർബന്ധമാണ്, അല്ലെങ്കിൽ അത് അനിവാര്യമായ ഘട്ടങ്ങളാണ്. അതിന് നമ്മൾ മതമൈത്രി എന്ന് തെറ്റായ പ്രയോഗം വന്നിരിക്കുകയാണ്. ആ മതമൈത്രി എന്ന് പറയുമ്പോൾ അവരുടെ മതത്തിൻ്റെ ആഘോഷങ്ങളിൽ നമ്മളും നമ്മുടെ മതത്തിൻ്റെ ആരാധനയിൽ അവരും ഇങ്ങനെ പങ്കെടുക്കുന്ന ഈ ഇടപാട്, ഇതിന് ഇസ്ലാമികമായിട്ട് ചില പരിമിതി ഉണ്ട്. ആ പരിമിതി നമ്മൾ ഉൾക്കൊള്ളേണ്ടതുണ്ട്. അത് നമ്മൾ അയിമ്മത്ത് വിശദീകരിച്ചു. മഹാനായ ഖത്തീബ് ഷിർബിനി തങ്ങൾ പറയാൻ, വയുഅസ്സറു, ഇസ്ലാമിക ഭരണകൂടം ശിക്ഷ കൊടുക്കണം, മൻ വാഫഖൽ കുഫാറ ഫി അയാദിഹിം, അമുസ്ലിം ആഘോഷങ്ങളോട് ഐക്യദാർഢ്യം കാണിക്കുന്നവനെ ശിക്ഷ കൊടുക്കണം. അമുസ്ലിമുകൾ ആഘോഷം എന്ന് പറഞ്ഞാൽ മതത്തിൻ്റെ ആഘോഷം, മതത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടുള്ള, മതത്തിൻ്റെ ആചാരം ഉൾക്കൊള്ളുന്ന, മതത്തിൻ്റെ ഐതിഹ്യമുള്ള ആഘോഷങ്ങൾ, അതിൽ അവരുടെ ഐക്യദാർഢ്യം കൊടുക്കുന്നവനോട് ഇസ്ലാമിക ഗവൺമെൻറ് ശിക്ഷ കൊടുക്കേണ്ടതുണ്ട്. വമൻ ഹന്നഅഹു ബി ഐദിഹി, അവൻ്റെ ആഘോഷങ്ങൾക്ക് വിഷ് ചെയ്യുക, അതുപോലെ തന്നെ ആശംസ അറിയിക്കുക, മതപരമായ ആഘോഷം. അപ്പോൾ ഒരു മുസ്ലിമിൻ്റെ വിവാഹത്തിൽ നമുക്ക് പങ്കെടുക്കുന്നതിന് തെറ്റില്ല, അവൻ്റെ വീട് ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട ആഘോഷങ്ങൾക്ക് തെറ്റില്ല, അവൻ്റെ മതപരമല്ലാത്ത ഏത് ആഘോഷങ്ങൾക്ക് തെറ്റില്ല. അതേസമയത്ത് ക്രിസ്മസ് മതപരമായ ആഘോഷമാണ്. ഉണ്ണിയേശുവിനെ ആ തൊയ്ത്തിൽ പുൽക്കൂടിൽ മറിയം എന്തു ചെയ്തു? പ്രസവിച്ചു. ഡിസംബർ 25 എന്ന വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ ഡിസംബർ 25 ക്രിസ്മസ് ആഘോഷിക്കുന്നത്. അതുപോലെ തന്നെ ഓണം, അത് പട്ടം താണുപിള്ള എന്ന കേരള മുഖ്യമന്ത്രി അതിനെ ദേശീയ ഉത്സവമായിട്ട് ദേശീയ ആഘോഷമായിട്ട് അതിനെ അംഗീകരിച്ചിട്ടുണ്ട്. അത് നമ്മൾ സൗദി അറേബ്യയിൽ പെരുന്നാൾ ദേശീയ ആഘോഷമായി അംഗീകരിച്ചാലുള്ളതുപോലെയാണ്. അതുകൊണ്ട് അതിൻ്റെ മതപരമായ ആഘോഷമല്ല എന്ന് വരുന്നില്ല.
അത് അപ്പോഴും മതപരമായ ആഘോഷം തന്നെയാണ്. അതിൻ്റെ പിന്നിൽ ഐതിഹ്യവും അതിനാ സമയവും ഒക്കെ മതപരമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ 10 സമയത്ത് മാറ്റി വേറൊരു സമയത്തേക്ക് ഈ ആഘോഷം മാറ്റാൻ പറ്റുമോ? പറ്റില്ല. എന്തുകൊണ്ട്? അതിന് മതപരമായ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. അതിലെ വാമനനും അതിലെ മഹാബലിയും അതിലെ അവതാരവും ദൈവത്തിൻ്റെ അവതാര സിദ്ധാന്തത്തിൻ്റെ ഭാഗമാണ്. തൃക്കാക്കര അപ്പനും എല്ലാം മതമൂല്യവുമായി ബന്ധപ്പെട്ടുള്ളതാണ്. അവർ പൂക്കളം തീർക്കുന്നത് മഹാബലിയെ സ്വീകരിക്കുന്നതാണ്. അവർ അന്ന് ധരിക്കുന്ന കസവ് വസ്ത്രം, കസവ് സാരി, അതാ മതപരവുമായി ബന്ധപ്പെട്ടുള്ളതാണ്. അപ്പോൾ അന്നത്തെ ആ പൂക്കളവും അന്നത്തെ ആ കസവ് സാരിയും അന്നത്തെ സദ്യ, ഓണത്തിൻ്റെ അന്ന് സാധാരണ ബിരിയാണി ഒന്നും ഉണ്ടാക്കൂല. ആഘോഷത്തിന് ഏത് ഫുഡും ഉണ്ടാക്കാം, പക്ഷേ ഓണത്തിന് അത് സദ്യ ഉണ്ടാക്കുള്ളൂ. ആ സദ്യ അതുമായി ബന്ധപ്പെട്ട ഒരു ആഘോഷത്തിൻ്റെ ഭാഗമാണ്. അത്തരത്തിൽ അവരുടെ ആഘോഷങ്ങൾ നമ്മൾ ചെയ്യുന്നതോ അതിൽ പങ്കെടുക്കുന്നതോ മതപരമായ ആഘോഷമാകയാൽ പാടില്ല. ഇത് വർഗീയതയല്ല, മറിച്ച് നമുക്ക് നമ്മുടെ മതം, അവർക്ക് അവരുടെ മതം. ലക്കും ദീനുക്കും വലിയ ദീൻ. നിങ്ങൾ അവരുടെ മതത്തിൽ ചേക്കേറണ്ട, അവർ നമ്മുടെ മതത്തിൽ കൈയിട്ട് കളിക്കണ്ട. അപ്പോൾ ചിലർ ചോദിക്കുന്ന ചോദ്യം, നമ്മുടെ നബിദിനാഘോഷത്തിന് അവർ പായസം തരുന്നുണ്ടല്ലോ, അവർക്കത് മതപരമായിട്ട് തെറ്റുള്ളൊരു കാര്യമില്ല. അവർ മതത്തിൽ തെറ്റില്ലാത്ത കാര്യം ആണെങ്കിൽ അവർക്കത് ചെയ്യാം. നമ്മെ സംബന്ധിച്ചിടത്തോളം മുസ്ലിമിന് ബൗണ്ടറി ഉണ്ട്. അതുകൊണ്ട് മഹാനായ ഇബ്നു ഹജറിൽ ഹൈതമി റളിയല്ലാഹു അൻഹു അവർ പഠിപ്പിച്ച ഒരൊറ്റ കാര്യം കൂടി ഇതിൻ്റെ ഒരു മാനദണ്ഡമായിട്ട് പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. ആ ഒരു മാനദണ്ഡം എന്ന് പറഞ്ഞാൽ, നമ്മൾ മുസ്ലിം ആളുകൾ ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ്, നമ്മൾ ഒരു ഓണത്തിൻ്റെ ഭക്ഷണം കഴിക്കുക ഒരു സൗഹാർദ്ദത്തിൻ്റെ ഭക്ഷണമല്ലേ? നമ്മൾ അവരുടെ മതത്തിൻ്റെ ആഘോഷം നടത്തിയോ മതത്തിൽ നമ്മൾ പാകമാക്കുകയോ ഒന്നും ചെയ്യണില്ലല്ലോ. ഇപ്പോൾ നമുക്ക് എന്താണ് പ്രശ്നം? ഇതാണ് സമൂഹത്തിൽ സാധാരണക്കാർ ചോദിക്കുന്ന ചോദ്യം. ഈ ഒരു മാനദണ്ഡത്തെ ഇബ്നു ഹജർ ഹൈതമി തങ്ങൾ പറഞ്ഞു. എന്താ പറഞ്ഞത്? മൊമിൻ അഖ്ബഹിൽ ബിദഅ, വളരെ വൃത്തികെട്ട മോശമായ പ്രവൃത്തിയാണ്. മുവാഫഖത്തുൽ മുസ്ലിമീൻ, മുസ്ലിങ്ങൾ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കൽ. അൻ നസാറ, അതൊരു പ്രത്യേക പാശ്ചാത്തലത്തിൽ പറഞ്ഞതാണ് ക്രിസ്ത്യൻ സമൂഹത്തോട്. ഫി അയാദിഹിം, അവരുടെ ആഘോഷങ്ങളിൽ. എങ്ങനെയാണ് അവരുടെ ആഘോഷത്തിൽ നമ്മൾ ഐക്യദാർഢ്യം വരുന്നത്? ബി തശബ്ബുഹി ബി അക്ലിഹിം, അവരുടെ ഫുഡ് കഴിക്കുക. ഉദാഹരണം ഓണസദ്യ അടക്കമുള്ള അവരുടെ ഫുഡ് നമ്മൾ കഴിക്കുക. വൽ ഹദിയ്യത്തി ലഹും, അന്ന് നമ്മളൊരു ഗിഫ്റ്റ്, ഓണ ഗിഫ്റ്റ് ആവട്ടെ ക്രിസ്മസ് ഗിഫ്റ്റ് ആവട്ടെ, ഒരു ഗിഫ്റ്റ് അങ്ങോട്ട് കൊടുക്കുക. വ ഖബൂലി ഹദിയ്യത്തിഹിം ഫിഹി, അന്നൊരു ഗിഫ്റ്റ് ഇങ്ങോട്ട് സ്വീകരിക്കുക. ഓണത്തിൻ്റെതോ ക്രിസ്മസോ ബന്ധപ്പെട്ട്, വീട് കൂടലുമായി ബന്ധപ്പെട്ടോ കല്യാണമായി ബന്ധപ്പെട്ടോ അല്ല, മതത്തിൻ്റെ ആഘോഷം. അന്ന് ആ ഒരു ഗിഫ്റ്റ് ഇങ്ങോട്ട് സ്വീകരിക്കുക. ഇത് നമ്മെ സംബന്ധിച്ചിടത്തോളം പാടില്ല. കാരണം നബി തങ്ങൾ പറഞ്ഞു, മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും, ഒരാൾ ഒരു സമൂഹത്തിൻ്റെ കൾച്ചറിൻ്റെ ഭാഗമായാൽ അവനെ ആ ഭാഗത്തിലാണ് കണക്കാക്കുക എന്ന് പറഞ്ഞു. എന്നിട്ട് മഹാനവർകൾ അതിന് പറഞ്ഞ ഒരു മാനദണ്ഡം എന്നാന്ന് വെച്ചാൽ, അതിൽ 3 രൂപത്തിൽ ആളുകൾ അതിൽ പങ്കെടുക്കാറുണ്ട്. എങ്ങനെയാണ് പങ്കെടുക്കാറുള്ളത്? ചില ആളുകൾ അതിൽ വല്ല പുണ്യവും, ആ ഓണ സദ്യ കഴിച്ചാൽ ഒരു പുണ്യമുണ്ട്, അരവണപ്പായസം കുടിച്ചാൽ ഒരു രോഗശമനമുണ്ട് എന്ന വല്ല പുണ്യവും കരുതിയിട്ടാണ് ഒരാൾ കഴിക്കുന്നത് എങ്കിൽ ഫഖദ് കഫറ, അവൻ ഇസ്ലാമെന്ന് പുറത്തു പോകും. കാരണം അള്ളാഹുവേതൊരു ശക്തിക്ക് വല്ല പുണ്യമുണ്ടെന്ന് കരുതിയാൽ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും. അങ്ങനെ നമ്മൾ ആരും കഴിക്കില്ല. പിന്നെ ആളുകൾ കഴിക്കണെന്താ? അവരുടെ സന്തോഷമല്ലേ, നമ്മുടെ ആളുകളുടെ സന്തോഷമല്ലേ, ആ സന്തോഷത്തിൽ നമ്മൾ ഒരു ഐക്യദാർഢ്യം കാണിക്കുക, ആ സന്തോഷത്തിൽ നമ്മളും ഒന്ന് പങ്കുകൊള്ളുക. ഇങ്ങനെ അവരുടെ സന്തോഷത്തിൽ പങ്കുകൊള്ളുക എന്ന നിലക്കാണ് നമ്മൾ അതിൽ പങ്കെടുക്കുന്നത് എങ്കിൽ അപ്പോൾ അതിൻ്റെ പേരിൽ കാഫറാകുന്ന പ്രശ്നം ഇല്ല. പക്ഷേ അതിൻ്റെ പേരിൽ അവന് ഹറാമ് സംഭവിക്കും. വഫി ശിആരിൽ അബ്ദി, മഹാനായ ഇബ്നു ഹജർ ഹൈതമി തങ്ങൾ പറയാ, ഇൻ ഫഅല ദാലിക ബിഖസ്ദി തശബ്ബുഹി ബിഹിം ഫി ശിആരിൽ കുഫ്രി കുഫ്റുൻ, അവരുടെ വേഷം കെട്ടി അവരുടെ വേഷത്തിൽ അവരുടെ ആരാധനാരുടെ സ്വഭാവത്തിൽ പങ്കെടുത്താൽ കുഫർ വരും. അങ്ങനെയൊന്നുമില്ല. ഔ ഫി ശിആരിൽ അബ്ദി, നമ്മളെ വേഷത്തിലും നമ്മളെ കൾച്ചറിലൊക്കെ തന്നെ നമ്മൾ ആ ഭക്ഷണത്തിന് പോകുന്നുള്ളൂ. മാ ഖത്ഇൻ കുഫർ, അവരുടെ കുഫറൊന്നും നമുക്ക് ലക്ഷ്യമില്ല. എന്നാൽ ലം യകുഫർ, നമ്മൾ കാഫറാവില്ല. വലാകിന്നഹു യഅസിമു, അവന് പുളകം കൊള്ളിച്ച് അവൻ്റെ സന്തോഷത്തിൽ, അവൻ്റെ മതത്തിൻ്റെ, അവിടെ പ്രധാനമാണ് മതത്തിൻ്റെതെന്ന് അടിവരടണം, അവൻ്റെ മതത്തിൻ്റെ സന്തോഷത്തിൽ നമ്മൾ പങ്കുചേർന്നു എന്നതിൽ നമുക്ക് കുറ്റം സംഭവിക്കും. അതേ സമയത്ത് വഇല്ലം യഖ്സിദ് തശബ്ബുഹ ബിഹിം അസ്ലം വറഅസൻ ഫലാ ബഅസ, ഒരു നിലക്കുമുള്ള സാദൃശ്യതയുടെ കണികകൾ പോലുമില്ലെങ്കിൽ കുറ്റമില്ല. ഇത് തെറ്റിദ്ധരിക്കരുത്. ഒരു നിലക്കുമുള്ള സാദൃശ്യതയുടെ കണികയില്ല എന്ന് പറഞ്ഞാൽ, ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു മനുഷ്യൻ വിശന്ന് ഒന്നും കിട്ടാതിരിക്കുക. അങ്ങനെ കിട്ടാതിരിക്കുന്ന സമയത്ത് അയാൾക്ക് ആരോ ഒരു ഓണത്തിൻ്റെ പൊതി കൊണ്ടുകൊടുത്തു. വിശപ്പടക്കം വേറൊന്നുമില്ല, അതുമാത്രം ആളെ കയ്യിലുള്ളൂ. എന്നാൽ ഇത് ഓണത്തിൻ്റെ സദ്യയല്ലേ എന്ന് ഇത് കഴിക്കാണ്ടിരിക്കേണ്ട യാതൊരു കാര്യമില്ല. അയാൾക്ക് വിശപ്പടക്കാം. കാരണം അയാൾക്ക് യാതൊരു സാദൃശ്യതയോ അവരുടെ സന്തോഷത്തിലൊരു ഹാപ്പി ആക്കലോ ഒന്നും ലക്ഷ്യമില്ല. വയറ്റിൻ്റെ പശിയടക്കൽ മാത്രമേ ലക്ഷ്യമുള്ളൂ. ഇതിൽ യാതൊരു കുഴപ്പമില്ല. ഇത് ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം. സഹോദരിമാരായ ഉമ്മമാർ മനസ്സിലാക്കുക, നമ്മുടെ മക്കളെ
ക്രിസ്മസ് അപ്പൂപ്പൻ്റെ വേഷം ധരിപ്പിച്ച്, സാന്താക്ലോസിൻ്റെ വേഷം ധരിപ്പിച്ച്, തൊപ്പി ധരിപ്പിച്ച്, അതുപോലെ മാവേലിയുടെ ദേശം ധരിപ്പിച്ച് സ്കൂളുകളിലേക്കും മദ്രസകളിലേക്കൊക്കെ സ്കൂളുകളിൽ പറഞ്ഞു വിട്ട് അതിന് രക്ഷിതാക്കൾ സെൽഫി എടുത്ത് സ്റ്റാറ്റസ് വെച്ച് സ്റ്റോറി ഇട്ട് അത് ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്ത് ഇന്ന് കാണുന്ന വൃത്തികെട്ട കൾച്ചർ ഇസ്ലാമിൻ്റെ കൾച്ചറല്ല. നമ്മുടെ കസബ് സാരിയിലേക്ക് ഈ ഓണത്തിൽ ഏറ്റവും കൂടുതൽ ചേക്കേറിയത് നമ്മുടെ സമൂഹമാണ്. ഒരു സ്ത്രീ പറഞ്ഞോലും, നിങ്ങൾ ഉസ്താദുമാരെ എത്ര പ്രസംഗിച്ചിട്ടും കാര്യമില്ല, എൻ്റെ വീട്ടിൽ 8 സെറ്റ് സാരി 8 ഉണ്ടായിരുന്നു, അത് 8 കൊണ്ടുപോയത് മുസ്ലിം ഫാമിലിയിലെ ആളുകളാണ് എന്നാണ് ആ സ്ത്രീ പറഞ്ഞത്. അപ്പോൾ അവരെക്കാൾ അവരുടെ ആഘോഷത്തെ നമ്മൾ ഓവർടേക്ക് ചെയ്യുന്ന രൂപത്തിലേക്ക് എത്തുന്നുണ്ട്. നമ്മൾ അയിമ്മത്ത് പറഞ്ഞിടത്ത് നിൽക്കാത്തതുകൊണ്ടാണ് നമ്മൾ ഈ പറഞ്ഞ നിലപാടിൽ തന്നെ നിന്നുകൊണ്ട് ഇവിടെ ഒരു വർഗീയതയും വരില്ല. കൃത്യമായിട്ട് അവരെ ബോധ്യപ്പെടുത്തി നമുക്ക് കാര്യങ്ങൾ ചെയ്യുന്നതിന് വർഗീയത എന്ന് പറയില്ല എന്നാണ് അതിനെ സംബന്ധിച്ച് ചുരുക്കി പറയാനുള്ളത്. ഇതര മതസ്ഥരായ ആളുകൾ മുസ്ലിം ആഘോഷങ്ങളോട് ഇത്ര കടന്നുകയറ്റം നടത്തുന്നില്ല. പക്ഷെ മുസ്ലിമീങ്ങളാണ് അങ്ങോട്ട് ഈ സാഹോദര്യത്തിൻ്റെ പേരിൽ കടന്നുകയറ്റം നടത്തുന്നത്. ഏതായാലും പറഞ്ഞു വന്നതിൻ്റെ ആകത്തുക വിശ്വാസം അത് പ്രധാനപ്പെട്ടതാണ്. അത് മരണം വരെ കാത്തു സൂക്ഷിക്കുക എന്നുള്ളത് മുഅ്മിനായി മരിക്കാനുള്ള ഒരു ഘടകമായതുകൊണ്ട് വിശ്വാസത്തെ ബാധിക്കുന്ന പ്രവർത്തനങ്ങളിൽ നിന്ന് നമ്മെയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ നാടിനെയും കാത്തു സൂക്ഷിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഏറ്റവും കൂടുതൽ ഇത് അനുഭവിക്കുന്നത് പബ്ലിക് സ്കൂളുകളിലാണ്. ഗവൺമെൻറ്റിന് അത്തരമൊരു നയങ്ങളൊന്നുമില്ല സ്കൂളുകളിൽ ഓണം ആഘോഷിക്കണം എന്നുള്ളതൊന്നും. പക്ഷേ പലപ്പോഴും PTA കമ്മിറ്റി എന്ന് പറയുന്ന ഒരു സംവിധാനം സ്കൂളുകളിൽ പ്രവർത്തിക്കുന്നത് കൊണ്ട് അവരുടെ നിർബന്ധം കൊണ്ടാണ് പലപ്പോഴും സ്കൂളുകളിൽ ഇത്തരം പരിപാടികളൊക്കെ നടക്കുന്നത്. ഇത്തരം പബ്ലിക് സ്ഥാപനങ്ങളിൽ ഈ രൂപത്തിലുള്ള നിലപാടുകളിലേക്കും കാര്യങ്ങളിലേക്കൊക്കെ പോകുന്നത് കൊണ്ടാണ് പൊതുവിദ്യാലയങ്ങളിൽ നിന്ന് കുട്ടികൾ മാറുകയും പ്രൈവറ്റ് സ്ഥാപനങ്ങളിലേക്ക് അഡ്മിഷൻ എടുത്തുകൊണ്ട് പോവുകയും ഒക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് വിശ്വാസം അതിപ്രധാനമായതുകൊണ്ട് അത് കാത്തു സൂക്ഷിക്കാനുള്ള ഒരു ശ്രമം നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കട്ടെ എന്ന് ആവശ്യപ്പെടുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.